അതിവിശക്കുന്നു. വണ്ടിയിൽ നിന്ന് ഇറക്കാൻ വേണ്ടി കൈ തരാൻ പറഞ്ഞ ഇതെന്താ ചെയ്യുന്നറിയോ? ഞാനൊന്നും കേട്ടിട്ടില്ല. നീ ഇറക്കാറുണ്ട്, നീ സാധന നീക്ക് തന്നെ എന്നെ പിടിച്ചിറക്കണോ? ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച, ഇത് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ലതികാക്കും ആദിക്കും അവധിയാണ്. ഓക്കെ, അവർ പള്ളിയിൽ പോയി ജുമയൊക്കെ നിസ്കരിച്ചിട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ പുറത്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഉച്ചയായി, ഇപ്പോഴാണ് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് കാണാം കേട്ടോ. കുറച്ചധികം ഷോപ്പിംഗ് ഉണ്ട്, കുറച്ചൊക്കെ സാധനങ്ങൾ 2-3 കയറാനുണ്ട്, വാങ്ങാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ തന്നെയാണ്, സാൽമിയയിൽ തന്നെ. സാൽമിയയിലെ സൂക്കിലേക്കാണ് ഇന്ന് പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ സൂക്കിലെത്തി. സൂക്കിൻ്റെ എൻട്രൻസ് തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിൽ കുറേ നടക്കാനുണ്ട്. ഇവിടെ കുവൈറ്റിലെ സാൽമിയ സൂക്ക്, ഇത് വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. പ്രത്യേകിച്ച് ഈവനിങ് ആകുമ്പോൾ ഇവിടെ ഒരു സൂ ആണ്. ഈ സൂക്കെന്ന് പറയുന്നത് ശരിക്കും ഒരു ഫിലിപ്പീൻസിൻ്റെ മനില എന്ന് പറയാം. ഇപ്പോൾ പണ്ടത്തെ ഇതൊക്കെ മാറി. ഇപ്പോൾ കൂടുതലും ഇവിടെ ഫിലിപ്പീൻസ് റെസ്റ്റോറൻറ്റുകൾ, സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റുകൾ അതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം കൂടുതലും നമുക്കിവിടെ ഫിലിപ്പീൻസിനെ കാണാം. എല്ലാ രാജ്യക്കാരും ഉണ്ട് കേട്ടോ, പക്ഷെ കൂടുതലും അവരാണിപ്പോൾ ഇവിടെ. അപ്പോൾ ഒരു മനിലയെന്ന് പറയാം ഇവിടെ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് എങ്ങോട്ടേക്ക് കയറണമെന്നുള്ള ഒരിതാണ്. ഇവിടുത്തെ ഇതൊക്കെ കണ്ട, വെള്ളമൊക്കെ കണ്ട രസമില്ലേ കാണാൻ? എനിക്കിഷ്ടമാണ് കേട്ടോ ഇവിടെ. പ്രത്യേകിച്ച് നമ്മൾ സമ്മറിലൊന്നും വരുന്നത് എനിക്ക് അധികം വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്തതാണ്. വിൻ്റർ ടൈം ആയിക്കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് കേട്ടോ. നല്ലതാണ് നടക്കാൻ ഇങ്ങനെ അവിടെയൊക്കെ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു അൽ നാസർ സ്പോർട്സിലേക്ക് പോകാനും. ഇനിയിപ്പോൾ വിൻ്ററൊക്കെ വരികയല്ലേ, ജാക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്, പക്ഷേ ആ ലഗേജും പിടിച്ചുകൊണ്ട് നടക്കണ്ടായതിനുള്ളിൽ കൂടെ ഇനി. അപ്പോൾ ലതിക പറഞ്ഞ വണ്ടി കൊണ്ട് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. പാവം എന്താ കുറേ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് വണ്ടിയിൽ കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ലതിക പോയി. അപ്പം ഞാനും ആദ്യം കൂടി ഇങ്ങനെ ഇവിടെ സ്വറ പറഞ്ഞ് നടക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾക്ക് വേറെ ഏത് കടയിലേക്ക് കയറാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു, അമ്മീ നല്ല വെയിലും ചൂടൊക്കെ ഉണ്ട്, കുടിക്കാൻ എന്തെങ്കിലും വേണം, ഐസ്ക്രീം വേണം, കോൺ വേണം എന്നൊക്കെ കിടന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ചായയില്ലേ, ഇനി വീട്ടിൽ ചെന്നിട്ടൊക്കെ വേണം കഴിക്കാൻ. വീട്ടിൽ ചെന്നിട്ട് പോകുന്നതിന് മുമ്പേ കഴിക്കും ഞങ്ങൾ, അത് വേറെ കാര്യം. പക്ഷെങ്കിൽ ദാഹിക്കുന്നുണ്ട്, വെയിലൊക്കെ അടിക്കുന്നല്ലേ, അപ്പോൾ വെള്ളം കുടിക്കണം. അപ്പം എനിക്കൊരു ജ്യൂസ് വേണം, ആദ്യക്ക് ഐസ്ക്രീം വേണം, കോൺ വേണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ആദ്യം അത് പോയി വാങ്ങാം കേട്ടോ, ലതിക വരുമ്പോഴത്തേന്. ഓക്കെ, അപ്പം ഞങ്ങൾ അത് വാങ്ങാൻ പോയി. ആദ്യക്ക് കോണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ കോണ്. ആദ്യം റെഡ് ചില്ലി ഒന്നും ഉപയോഗിക്കില്ല, ബ്ലാക്ക് പെപ്പറും ലെമണും പിന്നെ ബട്ടറും. എനിക്കെന്താ ലതികാക്കും ലെമൺ വിത്ത് മിൻറ്റ് ജ്യൂസ്. ഓക്കെ, ആദ്യം അവക്കാടോ കുടിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ട, ദാഹമാണ്, ലെമൺ വിത്ത് മിൻറ്റ് മതി. ആദ്യം കോണ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യക്ക് ഐസ്ക്രീം വേണം. അങ്ങനെ ആദ്യക്കൊരു ഐസ്ക്രീമും കൂടെ വാങ്ങി. അപ്പോഴേക്കും ലതിക എത്തി. കണ്ടോ, ഞങ്ങൾ പിന്നെ ഇതൊക്കെ കുടിച്ചുകൊണ്ടായി പിന്നീടുള്ള നടത്തും. അങ്ങനെ ഞങ്ങൾ അൽഗാനിം ഇലക്ട്രോണിക്സിലേക്ക് കയറി. അവിടെ നമുക്ക് കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഫോണ്, ഷേവിങ്ങിന് സാധനം, ഒരു ബ്ലെൻഡർ നോക്കി, പിന്നെ പവർ ബാങ്ക്, അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ നോക്കി, സ്പീക്കറും. അങ്ങനെ നമുക്ക് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങി കേട്ടോ. വേറെ വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ ബഡ്ജറ്റ് അനുവദിക്കുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി. അത് മേലിൽ പോയിട്ടായിരുന്നു മറ്റേ ഇത് മേടിച്ച കേട്ടോ, ബ്ലെൻഡറൊക്കെ. അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു. നമ്മൾ പേയ്മെൻറ്റൊക്കെ നടത്തിയിട്ട് സാധനം അവർ പാക്ക് ചെയ്ത് തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, ലതിക ആകെ കാശൊക്കെ പോയ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. പാവമുണ്ട് കേട്ടോ, മോഹൻ നോക്കി. പിന്നെ അങ്ങനെ നമ്മൾ ആദ്യക്ക് എന്തൊക്കെ അതിൻ്റെ ഫോൺ മാറ്റണമെന്നൊക്കെ പറഞ്ഞു. പിന്നീട് മാറ്റിത്തരാമെന്ന് പറഞ്ഞു, പുതിയത് മേടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും നമ്മൾ ലൂലു ഹൈപ്പർ മാർട്ടിലേക്ക് പോയി.
ഈ കല്യാൺ ജ്വല്ലറി, മലബാർ ഗോൾഡൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കാ പറഞ്ഞു ആ സൈഡിലേക്ക് നോക്കേ വേണ്ട, ഗോൾഡൊക്കെ ഇപ്പോൾ തൊട്ടാ പൊള്ളുന്ന വിലയല്ലേ മക്കളെ. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ലുലു ഹൈപ്പർ മാർട്ട് താഴേക്ക് പോകണം. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ വാങ്ങാൻ കേട്ടോ. അവിടെ നിന്ന് കുറച്ചുകൂടി സാധനങ്ങളുണ്ട് വാങ്ങാനും. നമ്മൾ കഴിഞ്ഞ ദിവസം സിറ്റി സെൻറ്ററിലൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതാണ്. നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളുള്ളൂ മേടിക്കാനും. ഓക്കെ അത് ആസ് യൂഷ്വൽ ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ്. പിന്നെ അതിലധികമായും കുറേ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് എല്ലാം പേയ്മെൻറ്റ് നടത്തി. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു ഇറങ്ങിയാണ്, പോവുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പുറത്തേക്ക് പോയി നമ്മൾക്ക് കഴിക്കണം. ഓക്കെ, വയ്യാണ്ടായി മക്കളെ, വയ്യാണ്ടായി. ഇവർക്കിനി വീട്ടിൽ ചെന്നിട്ട് കിടന്നാൽ മതി. ഞാൻ നല്ല ടയേർഡാണ്. ഇനി അങ്ങ് വണ്ടി പാർക്ക് ചെയ്തിടം വരെ കുറേ നടക്കണം മക്കളെ. അത് ഓർക്കുമ്പോൾ എനിക്ക് വയ്യ. കുറേ ദൂരമുണ്ട്. മറ്റേ ലുലുവിലേക്കൊക്കെ വരും. നമ്മൾ ലുലുവിൻ്റെ അവിടെ വന്നിട്ടാണ് പാർക്ക് ചെയ്യുന്നത്. നമ്മൾ അവിടെ മുതലേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടേ, നല്ല ക്ഷീണം. പിന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാണ്. ഇനി ഡ്യൂട്ടിക്ക് പോകണം. ചെന്നിട്ട് വേണം കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങാൻ. നല്ല ടയേർഡാണ് മക്കളെ, നല്ല ടയേർഡാണ്. പാവം ഞാൻ വണ്ടി പാർക്ക് ചെയ്തിരുന്നിടത്തേക്ക് നടന്ന് പോവുകയാണ്. വെയിലിനൊക്കെ ഇത്തിരി ഒരു കുറവുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വണ്ടിയിൽ കയറി ഇരുന്നപ്പോൾ ഒരാശ്വാസമായി. അങ്ങനെ നമ്മൾ നേരെ എവിടേക്കാണ് പോകുന്നത്? ഫുഡൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. നേരെ നമ്മൾ ഹയേലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഹയേൽ പോയി ഇന്ന് പാഴ്സലൊന്നും മേടിക്കുന്നില്ല. അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് കരുതി, ഇരുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. വിശക്കുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്, ക്ഷീണമുണ്ട്. അങ്ങനെ ഹയേൻ്റെ അവിടെ നോക്കി പാർക്കിംഗ് കിട്ടിയില്ല. അപ്പം അടുത്ത ഗ്രൗണ്ടിൽ നമ്മൾ പോയി പാർക്ക് ചെയ്തു. വിശക്കുന്നു വണ്ടി ഇറക്കാൻ വേണ്ടി കൈ തരാൻ പറഞ്ഞ ഇതെന്താ ചെയ്യുന്നറിയോ? ഞാനൊന്നും കേട്ടിട്ടില്ല. നീ ഇറക്കാറുണ്ട്, നീ സാധന തന്നെ എന്നെ പിടിച്ചിറക്കണോ? അങ്ങനെ നമ്മൾ ഹയേലെത്തി. ഉള്ളിൽ നോക്കിയപ്പോൾ ഉള്ളിലൊക്കെ ഫുള്ളാണ്. അപ്പം നമ്മൾ ഇവിടെ ഇരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡിനൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വന്നു, കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ കുൽഫി കണ്ടപ്പോൾ അത് വാങ്ങി. ബദാമും സഫ്രാനുകളുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങി. ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണിയായിരുന്നു കഴിച്ചു കേട്ടോ. ചിക്കൻ ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞ് പോവുകയാണ്. വണ്ടിയെ കയറിയിരുന്നു. പക്ഷേ കുൽഫി കണ്ടപ്പോൾ എനിക്ക് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ ഒട്ടും തോന്നിയില്ല. ഞാനത് അവിടെ വെച്ച് തന്നെ വണ്ടി ഇരുന്ന് തന്നെ ഞാൻ പൊട്ടിച്ചു. ഞാൻ കഴിക്കാൻ തുടങ്ങി. അവർ രണ്ടാളും കഴിച്ചില്ല, വീട്ടിൽ വന്നിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഓൾറെഡി മെൽറ്റ് ആകുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് മക്കളേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ, വെള്ളിയാഴ്ചത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.